അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനികളെ, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോത്തിൽ ചെന്ന പോലെ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഗമനം ഞങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഖുർആൻ ഞങ്ങൾ ഇഷ്ടപ്പെടണായത് ഓതിട്ട് അതനുസരിച്ച് അമൽ ചെയ്യണായത് അർത്ഥവത്തോടു കൂടി തദബ്ബുർ ചെയ്ത് ഓതണം ചെന്നു. പക്ഷെ ഖുർആൻ ഓതുക ഇഷ്ടമില്ലാത്ത ഒരു സന്ദർഭമായിട്ട് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ആധുനിക യുഗത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ ആയാത്തുകളും അതിലെ സൂറത്തുകളും അതിലെ ഫളായിലുകളും ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഓദ്യോണ്ടിരിക്കാത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതയിൽ ഒരുപാട് നിഅമത്തുകൾ ഞങ്ങൾ ചൊല്ലിയിട്, റഹ്മത്തുകൾ ചൊല്ലിയിട്. ഉദാഹരണക്ക് ഹദീസിൽ ചൊല്ല പോലെ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ, സുബഹിലുള്ള ഖുർആൻ അത് മഷ്ഹൂദായിട്ട് ഷാഹിദായിട്ട്. മാത്രമല്ല ഖുർആൻ ഓതരവണ് നാളെ മഹ്ശറ അവൻ സഭയിൽ ഷഫീഅൻ ലഹു, അവനൊരു ഷഫാത്തായിട്ട് ശുപാർശ ചെയ്തതായിട്ട് പണ്ടുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പഠിച്ചിട്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഇപ്പൊ ഉദാഹരണം കേൾക്കുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിന്റെ അതൊക്കെ പേരുണ്ട്. ഇഖ്ലാസ് അല്ലാണ്ട് പേരെ ഒന്ന് രണ്ട് മൂന്ന് കുറെ പേരുകൾ അതിലുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് മഹാത്മ്യമുള്ള ഇഖ്ലാസുള്ള സൂറത്തായിട്ട്. അപ്പോ ഇഖ്ലാസ് സൂറത്ത് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്നുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയത്. ഖുർആന്റെ മൂന്നിലൊന്ന് സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത്രയേ ഉള്ളൂ. ഇത് തെരിയത്തെങ്ങാറിക്കല്ല, ഇത് കണ്ടപ്പാട്ടായിട്ടിരിക്കണം, ബൈഹാട്ടാക്കണം, മണപ്പാടാക്കണം, ഇത് ഹൈഫുള്ളാക്കിയിട്ടിരിക്കണം ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽക്ക് ചൊന്തു, അതായത് അയഅജസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസുൽ ഖുർആൻ, ഒരു ജാവിൽ നിങ്ങൾ ഖുർആന്റെ മൂന്നിലൊന്നോ നിങ്ങൾ ഓതു സാധ്യമുണ്ടാ, നിങ്ങൾ സമർത്ഥനാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ ഖാലു, അവർ പറഞ്ഞു, എന്ത് കൈഫ യഖറഅ സുലുസുൽ ഖുർആൻ, അത് ഞങ്ങൾ എങ്ങനെ ഓതിരെ ഖുർആന്റെ മൂന്നിലൊന്ന് ഒരു ജാവ് കൊണ്ടിട്ടു, അത് ഞങ്ങൾ സാധ്യമല്ലാണ്ട്. അപ്പൊ ഖാല, നബി ചൊന്നെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഓതും. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, എത്ര വലിയ ഒരു മഹത്തായ ഒരു സൂറത്തായിട്ട് ഞങ്ങളെ മുത്തുനബി പരിപാടിയത്. ഖുൽ ഹുവല്ലാഹു എന്ന് ഓതിയാൽ മതി, ഖുർആനിലെ മൂന്നിലൊന്ന് ഓതിയ പോലെ. പിന്നെ മൂന്ന് ഓതിയെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതിയ പോലെ ചൊല്ല ഇമാമിക പോലും എന്റെ വിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് ഇത് കാണപ്പാടാക്കാത്ത, ഇത് ഈ സന്ദർഭത്തിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താ ചൊന്നെങ്കിൽ, വലുതായ സുഹൃത്തുക്കൾ, വലിയ ആയത്തുകൾ ഇഷ്ടപ്പെടാത്ത ഇതിന്റെ റീൽസുകൾ, ഫേസ്ബുക്ക് മാത്രമല്ല എന്തൊരു കോമഡി ഉണ്ടാ, എന്തൊരു വീഡിയോ ഉണ്ടാ വേറെ, അതിന് ഞങ്ങൾ ഫോളോ ആക്കിയിട്ടുള്ള. പക്ഷെ ഇങ്ങനെ ഉള്ള ഈ ചെറിയ ചെറിയ സൂറത്തുകളെ കൊണ്ട് വലിയ പദവിയെത്തണിക്കത്തെ കാര്യത്തിൽ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ കുറിച്ചിട്ട് വഖദ് വറദ ഫീ ഫളലി അഹാദീസിൻ കസീറ, അതായത് ഇതിലെ ഈ ഖുൽ ഹുവല്ലാഹു സൂറത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ഹദീസുകൾ വേറെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഓതിയിട്ടുള്ള മിൻഹ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ചൊല്ലുന്നത് മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്ത് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, ആരെങ്കിലും ഒരു മനുഷ്യൻ ഖുൽ ഹുവല്ലാഹു അഹദ് 10 വട്ട ഓതിയെങ്കിൽ, 10 വട്ട ഖുൽ ഹുവല്ലാഹു ഓതിയെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ ഖസ്ർ, ഒരു പാലസ്, ഒരു അരമന അള്ളാഹു ഉണ്ടാക്കി തണ്ടാണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. ഹദീസായിട്ട് മുസ്ലിം റിപ്പോർട്ടാക്കിയ ഹദീസ്. ആരെങ്കിലും ഒരു മനുഷ്യൻ 10 വട്ട ഖുർആൻ, 10 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയെങ്കിൽ അള്ളാഹു ഒരു ഖസ്ർ, ഒരു പാലസ്. അതുപോലെ തന്നെ അതിനപ്പുറം ചൊല്ലുന്നു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 20 മർറ ഖസ്റാനി ഫിൽ ജന്ന, ആരെങ്കിലും ഒരു മനുഷ്യൻ 20 വട്ട ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയെങ്കിൽ 2 പാലസ്, 2 അരമന, 2 സ്വർഗത്തിൽ അള്ളാഹു 2 അരമന ഒരു മനുഷ്യർക്ക് കൊടുക്കണമെങ്കിൽ തന്നെ അന്നത്തായിട്ട് ഇവിടെ ചൊന്നിട്ടുള്ളത് വിശുദ്ധ മുഅ്മിനീകളെ. അതുപോലെ തന്നെ അതിനപ്പുറം
മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് 30 മറ 30 വട്ടം ഓതിയെങ്കിൽ പിന്നെ 3 ഖുസൂർ 3 കൊട്ടാരം എന്നാണ് പിന്നെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് തണ്ടാട്ട് ചൊല്ലുമ്പോഴത്തേക്ക് ഉമർ റളിയല്ലാഹു തആല ചൊല്ലുന്നു ഇതല്ല അക്സറന്ന ഖുസൂറന ഇന്ന് ജാസ്തി ഓതിയെങ്കിൽ ജാസ്തി കിട്ടുക. അപ്പൊ അള്ളാഹു ചെന്നാല് അത് അള്ളാഹു അതിനേക്കാൾ വൈശാല്യമുള്ളതായിട്ടിക്കിട വിശാലമുള്ള അവനായിട്ടിക്കിട അള്ളാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ മുഅ്മിനീങ്ങളെ ചെറിയൊരായത്ത്, ചെറിയൊരു ഹദീസ്, ചെറിയൊരു സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് നാൾ ചൊല്ലല്ല, അല്ലെങ്കിൽ ആധുനിക ലോക ചൊല്ലല്ല. ആരംഭപ്പൂവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നമുക്ക് ഷഫാത്ത് തന്നെത്തായ മുഹമ്മദ് നബി ചൊല്ലി ആരെങ്കിലും ഒരു മനുഷ്യൻ 10 വട്ടം ഓതിയെങ്കിൽ 20 വട്ടം ഓതിയെങ്കിൽ 30 വട്ടം ഓതിയെങ്കിൽ അവനക്ക് ഓരോരോ കസറുകൾ, ഓരോരോ പാലസുകൾ, കൊട്ടാരങ്ങൾ അള്ളാഹു നാളെ സ്വർഗത്തിൽ തണ്ടാൻ ചൊല്ലുന്നെങ്കിൽ വിശുദ്ധ മുഅ്മിനീങ്ങളെ അതിൽ ഓതലല്ലേ വേണ്ടത്. അങ്ങനെ പിന്നൊരു ഹദീസ് ചൊല്ലു, ആരെങ്കിലും ഒരു മനുഷ്യൻ പിന്നെ രോഗിയായിട്ട് മരണശൈലിയിൽ കിടക്കുന്ന രോഗം, മരിക്കുക മുട്ടായിട്ടുള്ള ഒരു രോഗമുണ്ട്. ആ രോഗിയുടെ മുട്ട 100 മറ 100 വട്ടം ഓതിയിട്ട് കണ്ടെങ്കിൽ ലം യഫ്തിനു ഫി ഖബ്രി, അവൻ അങ്ങനെ ഓതിയിട്ട് അവൻ മറിച്ച അവന്റെ ഖബറിൽ ഒരിക്കലും ഒരു ഫിത്തന ഉണ്ടാവല്ല. ഫിത്തനത്തുണ്ടെങ്കിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കലും, അവിടെ ദണ്ഡിൽ അടിക്കലും, അവിടെ നരക കൊടുക്കലും, അങ്ങനെയുള്ള ഫിത്തന ഉണ്ടാവല്ല 100 വട്ടം ഓതിയെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. മാത്രമല്ല വആമിൻ മിൻ ലഗതത്തിൽ ഖബർ, ലഗതത്തിൽ ഖബർ നിങ്ങൾ ഖബറിൽ വെച്ചപ്പോൾ ഖബർ നിങ്ങൾ ഇടുങ്ങിടും, 2 സൈഡിൽ കൂട്ടും. ആ ലഗതത്തിൽ ഖബറിനെ തൊട്ടിട്ടു ഖുശൂ, അതായത് ആ ഖബർ ഇടുങ്ങലിനെ തൊട്ടിട്ടു അതില് വിശ്വസ്തനായിട്ടിട്ട് ഈ ഞങ്ങള് സൂറത്തുൽ ഇഖ്ലാസ് ഈ ഓതിയതായ സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ മുഅ്മിനീങ്ങളെ 2ാമത്തെ ഹദീസായിട്ട് കിട്ടുന്നത്. മാത്രമല്ല അതിലാപ്പറ ചൊല്ല് മലായികത്തുൽ കിറാം യൗമുൽ ഖിയാമത്ത്, അതായത് അങ്ങനെ കൈ പിടിച്ചിട്ട് തഹ്മീൽ അങ്ങനെ ചുമന്നു കൊണ്ടിട്ടു മലായികത്തുൽ കിറാമു മിനസ് സിറാത്ത് ഇലൽ ജന്ന, സിറാത്ത് പാലത്തെ പറ്റിയിട്ട് സ്വർഗത്തേക്ക് എത്തുപാട്ടാറ്. എന്തിന് ഈ രോഗശയ്യയിൽ മരിക്കിടക്കത്തെ ഈ മനുഷ്യരെ മുന്നോളൂ 100 വട്ടം ഖുൽ ഹുവല്ലാഹു ഓതിയെങ്കിൽ വിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പൊ അതല്ലേ വേണ്ടത്, 100 വട്ടം ഖുൽ ഹുവല്ലാഹു ഓതിയെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുപാട്ടായ ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ ഇന്നേക്കാണെങ്കിൽ ഞങ്ങൾ അതിന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോ പല ഉമ്മമാർ, പല വയസ്സന്മാരായ ഖുർആൻ കാണാത്ത ഉമ്മമാർ, ഖുർആൻ കണ്ടിട്ടും തിരിഞ്ഞിട്ടും നോക്കും സമയമില്ലാത്ത സഹോദരന്മാർ, പാലക്കാർ, മക്കൾ, ചെറിയവർ, ഞങ്ങളെല്ലാം സ്വർഗത്തിന്റെ അഹ്ലുകാരാവണം. സ്വർഗത്തിൽ നിങ്ങൾക്കെല്ലാം പാലസ് വേണം, കൊട്ടാര വേണം. 10 വട്ടം നാൾ ഓതോ. എൻ്റെ ഹദീസ് നാം ഓതിട്ടുള്ളൂ. അള്ളാഹു ഇതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഈ ആയത്തുൽ കുർസി, അതായത് സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ യാസീൻ, മറ്റുള്ള സൂറത്തുകൾ, സൂറത്തുൽ മുൽക്ക്, ഇനി പണ്ട ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത് വിവരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയൊരു സൂറത്ത് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓതണം, പതിവാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. وآخر دعوانا الحمد لله رب العالمين. جزاكم الله خيرا وخير الجزاء. السلام عليكم ورحمة الله وبركاته.